ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഫ്രൈയെ കുറിച്ചാണ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ 65 അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചതയ്ക്കുന്നത് മുതലാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിൽ പുളിപ്പില്ലാത്ത തൈര് ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് മറന്നുപോയി കേട്ടോ. ഇനി അതിലേക്ക് പിന്നീട് പിടിപ്പിക്കേണ്ട മസാലയിൽ ഒരെണ്ണമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഈ തൈര് പിടിപ്പിച്ച് വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ 10 മിനിറ്റ് ആയതിന് ശേഷം എടുത്തിട്ട് പിന്നെ അതിലോട്ട് ചേർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ജീരകമില്ലേ, നല്ല ജീരകം, ആ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകമല്ല കേട്ടോ, നല്ല ജീരകം, 2 സ്പൂണ് മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല. ഈ ജീരകമാണ് അതിൻ്റെ വേറെ തന്നെ ഒരു ടേസ്റ്റ് കൊടുക്കണേ. പാകത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതൊക്കെ ചേർത്തിട്ട് ഇതെവിടെ വെക്കണം? ഫ്രിഡ്ജിനകത്തോട്ടാണ് വെക്കേണ്ടത്. 20 മിനിറ്റ് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കാം. എന്നിട്ട് പിന്നെ അതിൽ ചേർക്കേണ്ട കറിവേപ്പിലയൊക്കെ ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ടിഷ്യൂ പേപ്പറിൽ വെച്ചേക്കുവാണ്. പിന്നെ അത് പുറത്തെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അതിനൊരു 3 സ്പൂണ് കോൺഫ്ലോർ ഇടുക. കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കോൺഫ്ലോർ നേരത്തെ ഇടരുത് കേട്ടോ. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഫ്രിഡ്ജിനകത്തോട്ടൊക്കെ വെച്ച് അത് എടുക്കുമ്പോഴത്തേനും കോൺഫ്ലോർ അത് ക്രിസ്പി ആവത്തില്ല, കുറവേ ആവുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പേ കോൺഫ്ലോർ ചേർക്കുവാണെങ്കിലുണ്ടല്ലോ നല്ല കരുകരാന്നിരിക്കുകയും ചെയ്യും. നല്ല മസാലയൊന്നും അതിനെ വിട്ടു പോകത്തില്ല, അതിൽ ഒട്ടി ഒട്ടി തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ പുളിപ്പില്ലാത്ത തൈര് ചേർക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പുളിപ്പില്ലാത്ത തൈരാകുമ്പോഴത്തേനും മസാല ഇതിന് പിടിച്ചുകൊണ്ടിരിക്കും. പുളിപ്പാണെങ്കിൽ ഈ മസാല പിരിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് എണ്ണ ഒഴിക്കുക. ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിച്ചോളൂ. എണ്ണ കുടിക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല എണ്ണയൊന്നും വലിക്കാത്ത നല്ല ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേങ്കിൽ ഇത് മുങ്ങി കിടക്കേണ്ടതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കാൻ പറയണേ. എന്നിട്ട് ഒരു വശമായിട്ട് ഇത്തിരി മറിച്ചിട്ടിട്ട് മറ്റേ വശമായിട്ട് പാകമായിട്ട് നമ്മൾ കോരി എടുക്കണതിന് തൊട്ട് മുമ്പായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തൊരു 3-4 പച്ചമുളകും കുറച്ചേറെ കറിവേപ്പിലയും കൂടി അതിനകത്തോട്ടങ്ങ് ഇടുക. എന്നിട്ട് അത് പാകത്തിന് നമുക്ക് നോക്കുമല്ലോ, നമുക്ക് കഴിക്കാനുള്ള പാകത്തിന് എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പെയാണ് ഈ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ മുളകും കറിവേപ്പിലയൊക്കെ കൂടി അതിൽ കിടന്ന് ക്രിസ്പി ആയതിനു ശേഷം എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടോ. ഒന്നുമില്ല, പച്ചരിയും ചോറും കൂടി ചേർത്തിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ തന്നെ ആയതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. പക്ഷേ എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല. അത് അപ്പത്തിൻ്റെ മേലെ കാണുന്ന അഴുക്കൊന്നും അല്ല കേട്ടോ, ഈ ഫ്രൈയിൻ്റെ മസാലയുടെ കുറച്ചൊരു പൊടി ഉണ്ടാവില്ലേ, അതാണ്. കുഴപ്പമൊന്നുമില്ല. അത് കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ ടേസ്റ്റി ആയിരുന്നു. വേറെ ഒന്നും ചേർത്തില്ല, ഉഴുന്നോ ഒന്നും ചേർത്തില്ല. എന്നാലും നല്ല പ്ലഫി ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈയും കൂടിയിട്ട് നല്ല കോമ്പിനേഷനായിരുന്നു. ഒരു കടയിലെ ഒരാൾ കഴിക്കുന്ന ചിക്കൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഒരു ചിക്കൻ വാങ്ങിച്ചാൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാമേ. ബൈ, താങ്ക്